ഹൈ ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ മുഖം കാണിച്ചത്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പറയാനുള്ളത് നിങ്ങളോടൊരു താങ്ക്സ് പറയാനാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇന്നലെ കൊച്ചിയിൽ ഒരു ക്ലാസ് നടത്തിയിരുന്നു. നമ്മൾ 50 പേർക്കാണ് നമ്മളവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. അതിനുശേഷം അവസാനം പലരും വിളിച്ചു പറഞ്ഞു, സാർ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ആ 10 സീറ്റോടെ കൂട്ടി 60 സീറ്റാക്കി. അപ്പോഴും വീണ്ടും ധാരാളം ആൾക്കാർ കുറച്ച് പേരൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു. കുറച്ച് പേരെ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ലീവ് കൺഫേം ആകാതെ അവർ നേരത്തെ എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ തലേദിവസം മാത്രമേ ലീവ് കൺഫേം ആകത്തുള്ളൂ, ഞങ്ങളെ ഒഴിവാക്കരുത്, താഴെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് പലരും വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കൂടെ അവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇതേപോലെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഏകദേശം അപ്പം നമ്മൾ അവരെ കൂടെ ഉൾക്കൊള്ളിച്ച് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. നല്ല രീതിയിൽ നമുക്ക് ആ ക്ലാസ് അവിടെ നടത്താൻ പറ്റി. അതിന് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ധാരാളം പേര് വിളിച്ച് ചോദിച്ചു, സാർ ഇനി അടുത്ത ക്ലാസ് എന്നാണ്, നമ്മളൊക്കെ എന്നാണ് നടത്തുന്നത്, ഞാൻ കൂടെ പങ്കെടുക്കണം. കാരണം കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ ആ ഒരു അങ്ങനെ ഒരു വലിയ വൈഡ് റേഞ്ച് ഒരു വൻ സെറ്റപ്പോട് നടത്താനൊന്നും എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അറിവുകൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണം. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പങ്കുവയ്ക്കലിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പബ്ലിക് മീഡിയയിലിട്ട് വലിയ റീൽസ് ഇറക്കിയോ അല്ലെങ്കിൽ പരസ്യം ഇറക്കിയോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു പക്ഷെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി വന്നേക്കാം. അതൊക്കെ അന്നേരത്തെ കാലമല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒന്നും ഒരു ബിസിനസ് സെറ്റപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു വലിയ വൈഡ് റേഞ്ചിലോട്ടോ പോകാനൊന്നും നമുക്ക് താല്പര്യമില്ല. ഇപ്പം ഇങ്ങനെ നടക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ്. ഓക്കെ, നിങ്ങൾ സംതൃപ്തരാണ്, ശരിയല്ലേ? പിന്നെ വലിയ വലിയ സംഭവങ്ങളിലൂടെ പോകുമ്പോൾ പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും ബഹളവും താഴെ വന്ന് ബഹളവും ഒക്കെ അങ്ങനെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചു കൂടാനുമില്ല. എങ്കിലും വന്നവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്നോട് പലരും മെസ്സേജ് അയച്ച് പറഞ്ഞു, സാർ ഞങ്ങൾ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. സന്തോഷം. ഓക്കെ, എനിക്ക് എൻ്റെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്നെ കണ്ടുമുട്ടുന്നവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരൊറ്റ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും 100% നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു 60 മുതൽ 75% വരെ ആൾക്കാർ ഒരു പക്ഷെങ്കിൽ പഴയതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ അവർക്ക് ഉണ്ടാവാൻ ഇടയിട്ടുണ്ട്. ഞാൻ വെറുതെ സംസാരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. അപ്പം നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങൾ കാണുന്ന തമ്പനയിലില്ലേ, ഈ തമ്പനയിൽ ഞാൻ വെള്ളിയാഴ്ച ഉണ്ടാക്കി വെച്ച തമ്പനയിലാണ്. കാരണം അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു മാർക്കറ്റ് ഇന്ന് തിരിച്ച് കയറും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അന്നേ ഈ സംഭവം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നേരത്തെ ഉണ്ടാക്കി. കാരണം നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയം പിടിക്കും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് നേരം കിട്ടത്തില്ല. അത് മാത്രമല്ല, എൻ്റെ കൺവിഷനും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത്. അപ്പം ഇന്നലെ നമ്മൾ ഈ കാര്യം വളരെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ച അവസാനിച്ച ആ സിനാരിയോ നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു ഉച്ചയ്ക്ക് ശേഷം, ഇല്ലേ? അപ്പം നമ്മൾ കുറേ കാര്യങ്ങളവിടെ സംസാരിച്ചു. എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് റീബൗണ്ട് ചെയ്യും, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ച് നമ്മൾ ഒരു ട്രേഡിനെ പറ്റി വരെ നമ്മളവിടെ പ്ലാൻ ചെയ്തു, ഇല്ലേ? ഇന്നലെ നമ്മൾ എന്താണോ അവിടെ പ്ലാൻ ചെയ്തത്, അല്ലേ? ഇന്നലെ നമ്മൾ എന്താണോ അവിടെ പ്ലാൻ ചെയ്തത് അത് വളരെ അതിമനോഹരമായിട്ട് നമുക്കിന്ന് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പലരും വലിയ വലിയ ഹ്യൂജ് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തന്നു. വളരെ സന്തോഷം. ഇത് കാണുമ്പോഴൊന്നും എനിക്ക് സന്തോഷത്തിനേക്കാൾ ഉപരി പേടിയാണ്. കാരണം എന്നറിയാമോ, ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് പാട്. ഓക്കെ, ഒരു ദിവസം 2 ദിവസം ഈ പ്രോഫിറ്റ് എടുക്കുന്നതല്ല പ്രശ്നം, അതല്ല വിഷയം. ഇതിനൊരു മറുവശമുണ്ട് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കാണണം. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രോഫിറ്റ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ തന്നെ ലോസിൽ പോകുമ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാനും കൃത്യമായ ഇടവേളകളിൽ സ്റ്റോപ്പ് ലോസുകളിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റുകളിൽ നമ്മൾ ഇറങ്ങാനൂടെ ശ്രമിക്കുക. അതിനും നിങ്ങൾ ശുഷ്കാന്തി കാണിക്കണം എന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഒന്ന് പറഞ്ഞു. പോയതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്, അല്ലേ? അപ്പോൾ സി ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ കയ്യിലൊരു സി ഉണ്ടായിരുന്നു. ഞാനത് എക്സിറ്റ് പ്രോഫിറ്റ് തന്നെയാണ് കൊടുത്തത്.
അപ്പം രാവിലെ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് 25 120 എന്ന് പറഞ്ഞൊരു വര നമ്മളിവിടെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വരയിൽ എത്തിയതിന് ശേഷം ആ മാർക്കറ്റ് താഴോട്ട് വന്നത്. ശരിയോ തെറ്റോ നിങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിന് ശേഷമാണ് താഴോട്ട് വന്നത് ഇല്ലേ? മുകളിലോട്ട് പോയി 25 120 ടച്ച് ചെയ്തതിന് ശേഷം ആണ് മാർക്കറ്റ് തിരിച്ചായിട്ട് വന്നത്. ഞാൻ എന്നെ സമർത്ഥിക്കാൻ വേണ്ടി പറയുമല്ല. സി ഹോൾഡ് ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഇപ്പോഴും നമ്മളിവിടെ വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഈ ഏരിയയെ പറ്റി നമ്മൾ സംസാരിച്ചു ഇല്ലേ? ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പ്രീവിയസ് 24,920 എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ലോ നമുക്ക് ഒരു ഏരിയ ഉണ്ട്, ഡോട്ടഡ് ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മാക്സിമം 25,000 പൊട്ടിച്ചാലും മാർക്കറ്റ് ഇതിന് താഴോട്ട് ഇറങ്ങി വന്നാലും തിരിച്ചുവിടുന്ന് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ ഏരിയയിൽ എത്തിയപ്പോൾ ഈ 25,000 ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ സി എടുത്തു. അവരുടെ സ്റ്റോപ്പ് ലോസ് 25,920 വെച്ചുകൊണ്ട് ധാരാളം പേര് ഇവിടുന്ന് ട്രേഡ് എടുത്തു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം, 1 ഇത് വന്നു, 2 ഇത് വന്നു, 3 പ്രാവശ്യം 25,000 മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് തിരിച്ചുപോയി. ഈ 3 പ്രാവശ്യവും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങളും ട്രേഡ് ഓപ്പർച്യൂണിറ്റികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ വളരെ ഡീസൻ്റായിട്ട് സംസാരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച് വരുന്നതുമാണ് ഇല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുക, പ്രത്യേകിച്ച് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ട്രേഡിനെ കണ്ടത്, എങ്ങനെയാണ് നിങ്ങളതിനെ ഹാൻഡിൽ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ കാണുമ്പോൾ ഒരു ഉത്തേജകമാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ഉത്സാഹിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് നമുക്ക് 25,169 നമുക്ക് 3 പോയിൻ്റ് ഉള്ളൂ. ഒന്ന് 25,000 ഇല്ലേ, 2 25 169, 3 എത്രയാണ് 25 333. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മനപ്പാടമാണ് നമ്മുടെ ലെവലുകളൊക്കെ ഇല്ലേ? അപ്പോൾ ആ ലെവലുകളിൽ മാർക്കറ്റ് എത്തും എന്നൊരു കൺവിഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് 25,000 പൊട്ടിച്ചെങ്കിലും തിരിച്ച് റീബൗണ്ട് ചെയ്തു. വീണ്ടും 25 റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരോട്ട് കയറിപ്പോയി. 25 129 നമ്മുടെ നെക്സ്റ്റ് ലെവല് നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇല്ലേ? മാർക്കറ്റ് 25 234 പോയെങ്കിലും വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് മാർക്കറ്റ് 25 175 170. ഈ വരയ്ക്ക് തൊട്ട് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ മാർക്കറ്റ് ഇവിടെ ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോഴും 25 234 എന്ന് പറഞ്ഞ പോയിന്റിൽ മാർക്കറ്റ് നിൽക്കുമ്പോഴും ഓക്കെ 25 200 പിയുടെ വില 25 രൂപയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഓക്കെ, ഞാൻ ഇന്നലെ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 25 234 മാർക്കറ്റ് നിൽക്കുമ്പോഴും 25 200 പിയുടെ വില 25 രൂപയായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? അതിനർത്ഥം എന്താണ്? ഈ സ്പോട്ട് ചുമ്മാതെ കയറി പോവാണ്. മാർക്കറ്റ് താഴോട്ട് വരാനാണ്. നമുക്ക് ഫ്യൂച്ചർ നോക്കാം. നോക്കിക്കേ, ലാസ്റ്റ് മൊമെൻറ്റിലെ സിറ്റുവേഷൻ നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ നിങ്ങൾ നോക്കിക്കേ. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചായിരുന്നു. നിങ്ങൾ എത്ര പേർ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫ്യൂച്ചർ നോക്കിക്കേ, 173ക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. ഫ്യൂച്ചർ 173ക്ക് മുകളിലോട്ട് പോയിട്ടില്ല. പക്ഷേ നിഫ്റ്റി എവിടം വരെ പോയി? 25 235 വരെ പോയി ഇല്ലേ? അപ്പോൾ ഞാനിത് അപ്പോഴും മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നെറ്റിൻ്റെ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ നോക്കിയാൽ 175 മേലോട്ട് ഒരു ക്യാൻഡിൽ പോലും പോയിട്ടില്ല. പക്ഷേ സ്പോട്ട് എന്ത് ചെയ്തു? ചുമ്മാ ആവശ്യമില്ലാതെ 235 വരെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് 25 200 പ്രീമിയം 25 200 പി എന്ത് ചെയ്തില്ല അതിൻ്റെ പ്രൈസ് 0 ആയില്ല. 25 റേഞ്ചിലാണ്. കാരണം 25 123 ആയതേ ഉള്ളൂ, മനസ്സിലായി? അതുകൊണ്ടാണ് എൻ്റെ പ്രീമിയം കുറയാതെ അങ്ങനെ തന്നെ നീന്തത്. അപ്പോൾ ഇത് എത്ര പേരൊക്കെ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇന്ന് തന്നെ അതൊരു എക്സ്പീരിയൻസ് ആയതിനകത്ത് എനിക്കും സന്തോഷമുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതായിരുന്നു അവിടെ ഇന്ന് നടന്നൊരു സംഭവ വികാസം. അപ്പോൾ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കണ്ടോ, 25 ചുമ്മാതെ പോവുക മാർക്കറ്റ്, ചുമ്മാതെ ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഫ്യൂച്ചർ തീർന്നു. ഫ്യൂച്ചർ ഇവിടെ വെച്ച് തന്നെ അവസാനിച്ചു. ഫ്യൂച്ചർ നോട്ട് ഇവിടെ വെച്ച് തന്നെ അവസാനിച്ചു. 25 150 70 75 ഈ റേഞ്ചിലായപ്പോഴത്തേക്കും ഫ്യൂച്ചറിൻ്റെ റേഞ്ച് തീർന്നു ഇല്ലേ? അതിനുശേഷം പോയിട്ടില്ല ഫ്യൂച്ചർ മേലോട്ട്. പക്ഷേ ഇത് സ്പോട്ട് ചുമ്മാതെ വെറുതെ മേലോട്ട് പോയതാണ്. അപ്പം ആ കാര്യം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇനി നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി മീൻസ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 25,169 അല്ലേ? ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് 25,333 അപ്പോൾ നാളെ നമുക്ക് എന്താ നോക്കേണ്ടത്? നാളെ നമുക്ക് നോക്കേണ്ടത് ഇതേ സിനാരിയോ തന്നെയാണ്. ഇവിടെ വേറെ യാതൊരു മാറ്റങ്ങളും ഇല്ല. ഇന്നത്തെ അതേ ആക്ഷൻ തന്നെയായിരിക്കും നാളെ നടക്കേണ്ടത്. കാരണം ഇപ്പം നിലവിൽ 175 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ മാർക്കറ്റ് തിരിച്ചിറങ്ങിയാൽ ഇതിന് ഇപ്പോൾ ഈ ലെവലിന് ഇനി ആവശ്യമില്ല, അത് വേണ്ട, കളഞ്ഞത്. ഇനി നമുക്കുള്ളത് നമ്മുടെ ട്രെൻഡ് ലൈനാണ് അല്ലേ? ഒന്നുകിൽ 169 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് കയറി പോകണം, ഇല്ല നേരെ തിരിച്ച് താഴോട്ടിറങ്ങി നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യുകയോ അല്ല 25,000 ടെസ്റ്റ് ചെയ്യുക. 25,000 വരെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യത നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ 25,000 എടുത്തുള്ളൂ. നാളെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഈ 129 സസ്റ്റെയിൻ ചെയ്ത് 333 സാധ്യത വളരെ കൂടുതലാണ്. ഈ ഡോട്ടഡ് ലൈനൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം നാളെ നമുക്ക് നോക്കേണ്ടത് 25,333 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടുന്നുണ്ടോ, അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ടോ നോക്കുക. അങ്ങനെ 25,333 മുകളിൽ ഇവിടെ വന്ന് ഈ 169 വന്ന് ഇവിടെ ആണല്ലോ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നടന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ 333 മുകളിൽ നമുക്ക് ഷോർട്ട് കവറിങ് റാലി കിട്ടും. അതുമാത്രമല്ല ഇന്നത്തെ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെയായിട്ടും ഇന്നത്തെ ഡേറ്റ വന്നിട്ടില്ല. ഞാൻ ഡേറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇതുവരെയായിട്ടും NSE ഡേറ്റ പുറത്ത് വിട്ടിട്ടില്ല. കാരണം ഡേറ്റ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ വീഡിയോ താമസിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഡേറ്റ ഇടാം, വരുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് ഡേറ്റ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. നമുക്ക് ഡേറ്റ വരുമ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. ബാക്കി ലെവലുകളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടി. ലെവലുകളൊക്കെ കൃത്യമായിരുന്നു. ഞാൻ ഇവിടുന്ന് ഞാൻ ഇന്ന് 58,600 ഒരു സി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 58,600 170 രൂപയ്ക്ക് കണ്ട് വാങ്ങിച്ചതാണ്. അത് ഏകദേശം 600 രൂപയോളം അത് പോയി ഇല്ലേ? ഞാൻ കണ്ട 575 600 ആ റേഞ്ചിലാണ് ഞാനത് വിറ്റത്. നല്ല രീതിയിൽ അപ്രീസിയേഷൻ ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടി. അപ്പം അതുപോലെ തന്നെ മിഡ് ക്യാപ്പും നല്ല രീതിയിൽ ഫോളായിരുന്നു. ഫോളിന് ശേഷം ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാനത്തെ 1 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ റിക്കവറി ഏകദേശം 960 മുതൽ 200 പോയിൻ്റ് ഒരു റാലി ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് മിഡ് ക്യാപ്പിനകത്തിലും കിട്ടി. അപ്പം ക്ലോസിങ് 137 അപ്പോൾ ഈ നമ്മുടെ ലെവലിലാണ് ക്ലോസിങ് കിട്ടിയത്. അപ്പോൾ നാളെ മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ 272 കടന്നു പോവുകയാണെങ്കിൽ ഷോർട്ട് കവറിങ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 375 500 ഒക്കെ 13,500 ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. വേറെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല, കാരണം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം വേറെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നയിച്ചത് എന്താണ്? EU കരാറാണ്, EU ഡീൽസാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോയത്. അപ്പം അതിൻ്റെ പ്രതിഫലനം ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീക്കിലി അനാലിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് എൻ്റെ കുറേ മോർ ക്ലാരിറ്റികളാണ്, ഏതൊക്കെ ഐറ്റംസിനാണ്, എന്ന് മുതലാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇനി എൻ്റെ പുറകാല പല കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. അതനുസരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യും? അതിനോട് പ്രതികരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അമേരിക്കയുടെ US-ൻ്റെ താരിഫ് കട്ടൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് ഒരു ഓൾ ടൈം ഹൈ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞ തമ്പനയിൽ പോലെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ, എല്ലാവരും വിജയിക്കട്ടെ. താങ്ക് യു ഓൾ.